എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 34 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. പുനരുദ്ധാനത്തിനെതിരെ കെട്ടിച്ചമച്ച കൗശലപരമായ ചോദ്യത്തിന് സദൂക്യരെ നിശബ്ദരാക്കിയ യേശുവിന്റെ മറുപടി കേട്ടപ്പോൾ കൂടി നിന്ന ജനങ്ങൾ വിസ്മയിച്ചു എന്ന് നാം 33 വാക്യത്തിൽ വായിച്ചു. തുടർന്ന് 34 വാക്യത്തിൽ സദൂക്യർ യേശുവിനെ കുടുക്കുവാൻ പരാജയപ്പെട്ടതിനു ശേഷം പരീശന്മാരുടെ കൂടെ ഒത്തുകൂടിയതിന്റെ കാരണം യേശുവിനെ എങ്ങനെയെങ്കിലും കുടുക്കുക എന്ന നീചമായ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കാം. പരീശന്മാരും സദൂക്യരും ഉപദേശപരമായി 2 ചേരികളിൽ നിന്നവരായിരുന്നിട്ടു കൂടി ഈ കാര്യത്തിൽ അവർ ഒന്നിച്ചുകൂടി എന്നത് തങ്ങളുടെ പഠിപ്പിക്കലുകളിലെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയ യേശുവിനെ ഏത് രീതിയിലും നിശബ്ദനാക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ആണെന്ന് മനസ്സിലാക്കാം. 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ സദൂക്യരെ അവൻ മിണ്ടാതാക്കിയത് കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് വായിക്കുന്നു. പരീശന്മാർ, സദൂക്യർ, ഹെരോദ്യർ തുടങ്ങിയവർ യേശുവിനെ കുടുക്കുവാൻ പല വശത്തു നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിനെല്ലാം വിസ്മയകരമായ രീതിയിൽ യേശുക്രിസ്തു മറുപടി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമപണ്ഡിതനും അവനെ പരീക്ഷിച്ചത്. ഈ പരീക്ഷ നിയമജ്ഞൻ ഒരു നിയമവിദഗ്ധനായിരുന്ന ശാസ്ത്രിമാരിൽ ഒരാളാണ് എന്നും ഈ ശാസ്ത്രി യേശു സദൂക്യരുമായി വാദിക്കുന്നത് ശ്രദ്ധിച്ചുവെന്നും യേശു അവർക്ക് നന്നായി ഉത്തരം നൽകിയെന്ന് ബോധിച്ചയാളാണ് എന്നും മർക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 28 വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഈ ചോദ്യം യേശുവിനെ പരീക്ഷിക്കാൻ ഉള്ളതായിരുന്നു. കാരണം യഹൂദ മതപണ്ഡിതർ പലപ്പോഴും ദൈവത്തിന്റെ ഏത് കൽപ്പനയാണ് ഏറ്റവും മഹത്തായതെന്നത് സംബന്ധിച്ച് പരസ്പരം തർക്കിച്ചിരുന്നു. ചിലർ ആചാര നിയമങ്ങളെ പ്രാധാന്യമെന്ന് കരുതിയപ്പോൾ മറ്റു ചിലർ ധാർമ്മിക കൽപ്പനകൾക്ക് മുൻഗണന നൽകി. യേശു കർത്താവ് ഏതെങ്കിലും ഒരു കൽപ്പനയെ പ്രധാനമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവയെ അവഗണിച്ചതായി ആരോപിച്ച് ജനങ്ങളുടെ മുമ്പിൽ യേശുവിനെ കുറ്റക്കാരനാക്കി മാറ്റാൻ അവർക്ക് കഴിയുമായിരുന്നു. യേശുവിനോട് ചോദ്യം ചോദിച്ച നിയമപണ്ഡിതൻ മോശയുടെ നിയമത്തിൽ വിദഗ്ധനായിരുന്നു. അവൻ യേശുവിനെ പരീക്ഷിച്ച് യേശു ദൈവത്തിന്റെ നിയമം സംബന്ധിച്ച് അയോഗ്യനോ അജ്ഞനോ ആയിരുന്നു എന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. നിയമജ്ഞന്റെ ചോദ്യത്തിന് മറുപടിയായി യേശു ഒരു കൽപ്പനയെ മാത്രം ഉയർത്തി പറഞ്ഞുവെങ്കിൽ അവർക്ക് യേശുവിനെ മോശയുടെ ന്യായപ്രമാണം ലംഘിച്ചയാൾ എന്ന് ആരോപിക്കാമായിരുന്നു. അതേസമയം യേശു ഒരു അവ്യക്തമായ മറുപടി നൽകിയിരുന്നെങ്കിൽ ജനങ്ങൾ അവനിൽ ഇടറിപ്പോകാനും അത് കാരണമാകുമായിരുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് യേശു അവരോട് പറഞ്ഞ ഈ മറുപടി പഴയ നിയമ തിരുവെഴുത്തുകളിൽ ആവർത്തന പുസ്തകം 6 അധ്യായം 5 വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആവർത്തനം 6 അധ്യായം 5 വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്ന കൽപ്പനയാണ് മുഴുവൻ ന്യായപ്രമാണത്തിന്റെയും അടിസ്ഥാനമായ കൽപ്പന എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായം 18 വാക്യത്തിൽ നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു എന്ന കൽപ്പനയാണ് കർത്താവ് അതിനോടുകൂടി ഉദ്ധരിക്കുന്നത് എന്നും വ്യക്തമാണ്. കൂട്ടുകാരനെ നിർവ്യാജം സ്നേഹിക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നുവെന്നും ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യർ തമ്മിൽ സ്നേഹിക്കണമെന്ന് കൽപ്പിച്ച കൽപ്പനയും തമ്മിൽ അപൂർവമായ ഒരു ബന്ധമുണ്ടെന്നും ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പനകളിലാണ് മുഴുവൻ നിയമവും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന് ഉറപ്പിച്ചുകൊണ്ട് കർത്താവ് നൽകിയ മറുപടി കേട്ട പരീശന്മാർ, സദൂക്യർ, ഹെരോദ്യർ തുടങ്ങിയവർക്ക് മുമ്പിൽ കർത്താവിന്റെ ദൈവിക ജ്ഞാനം തെളിയിക്കപ്പെടുന്നതായി മനസ്സിലാക്കാം. തുടർന്ന് 40 വാക്യത്തിൽ 2 കൽപ്പനകളും തമ്മിലുള്ള ബന്ധം യേശുക്രിസ്തു വിശദീകരിക്കുന്നത് ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഈ 2 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ നിയമവും പ്രവാചകന്മാരുടെയും ഉപദേശങ്ങളും ഉറച്ചു നിൽക്കുന്നുവെന്നും അവ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന എന്ന സത്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയും കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെയും ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുന്നു. ദൈവം തന്റെ പുത്രനിലൂടെ മനുഷ്യരോടുള്ള തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയതുപോലെ മനുഷ്യനും ദൈവത്തോടും മറ്റ് സഹോദരരോടും അതേ സ്നേഹത്തോടെ പെരുമാറണമെന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ കാര്യം, യഹൂദ മത നേതൃത്വം മാറി മാറി യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നത് നാം കണ്ടു.
പഴയ നിയമത്തിലെ പെസഹ ആഘോഷത്തിന്റെ ഭാഗമായി പെസഹ കുഞ്ഞാടിനെ കളങ്കമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി പരിശോധിക്കേണ്ടത് ആവശ്യമായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാം. യേശു കർത്താവ് നമ്മുടെ കളങ്കമില്ലാത്ത പെസഹ കുഞ്ഞാടാണ് എന്ന് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു എന്ന പെസഹ കുഞ്ഞാടിനെ കളങ്കമില്ലാത്തവനെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ പരീക്ഷണങ്ങൾ എന്ന് ഗ്രഹിക്കാവുന്നതാണ്. എന്നാൽ ഈ മതാധികാരികൾക്കും നിയമജ്ഞർക്കും ആ സമയത്ത് അവർ യേശുവിനെ ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടായി വിലയിരുത്തുന്നതാണ് തങ്ങളുടെ ഈ പരീക്ഷണങ്ങൾ എന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. എന്നാൽ ലോകസ്ഥാപനം മുന്നേയുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി കർത്താവിന്റെ ശത്രുക്കൾ അവനെ പരീക്ഷിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ദൈവം അതിലൂടെ തന്റെ പദ്ധതികൾ നടപ്പാക്കുകയായിരുന്നുവെന്നും കളങ്കവും ഊനവുമില്ലാത്ത പെസഹ കുഞ്ഞാടായി ബോധ്യപ്പെട്ട ശേഷം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യരുടെ പാപത്തിന് കുരിശിൽ പാപപരിഹാര ബലിയാവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇതെല്ലാം ദൈവനിർണയത്താൽ കൂടി വ്യാപരിച്ചു എന്നും മനസ്സിലാക്കാം. പെസഹ ആഴ്ചയിൽ ദേവാലയത്തിൽ മതാധികാരികളാൽ കർത്താവിനുള്ള പരീക്ഷണങ്ങൾ യേശുക്രിസ്തുവിന്റെ കളങ്കമില്ലാത്ത സ്വഭാവത്തിന്റെ ഒരുതരം പരിശോധനയായി വർത്തിച്ചു എന്ന് മനസ്സിലാക്കാം. കർത്താവിന്റെ പരീക്ഷണ സമയത്ത് അവൻ കുറ്റമില്ലാത്തവനായി കാണപ്പെട്ടു. ആർക്കും അവന് പ്രത്യുത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്ന് 46-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഈ ചോദ്യത്തിനുള്ള യേശുവിന്റെ ഉത്തരം കേട്ടതിനു ശേഷം ആ നിയമജ്ഞൻ യേശുവിന്റെ ഉത്തരത്തെ പ്രശംസിക്കുന്നുവെന്ന് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 32-33 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. 39-ാം വാക്യത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന കൽപ്പനയിലൂടെ മറ്റു മനുഷ്യരോടുള്ള സ്നേഹം എത്രമാത്രം ആത്മാർത്ഥവും ശക്തവുമാകേണ്ടതാണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. തുടർന്ന് യേശുവിന്റെ ജ്ഞാനസമ്പൂർണമായ മറുപടികൾ കേട്ട് നിശബ്ദരായി നിന്ന പരീശന്മാരോട് യേശു കർത്താവ് ക്രിസ്തു അഥവാ മിശിഹായുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ചോദിക്കുന്നതും അതിന് മറുപടിയില്ലാതെ അന്നു മുതൽ അവനോടൊന്നും ചോദിക്കാൻ ആരും തുനിഞ്ഞില്ല എന്നും നാം വായിക്കുന്നു. 41-ാം വാക്യത്തിൽ യേശു അവരോട് ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു, അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചുവെന്നും അവർ അവനോട് ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞു എന്നും കാണുന്നു. മിശിഹ ദാവീദിന്റെ പുത്രനായിരിക്കും എന്ന വാഗ്ദത്തം പരീശന്മാർക്ക് അറിയാമായിരുന്നു. പഴയ നിയമ പ്രവചനങ്ങൾക്കനുസൃതമായി മിശിഹ ദാവീദിന്റെ സന്തതി നിന്ന് വരുമെന്ന യേശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യം, മീഖ 5-ാം അധ്യായം 2-ാം വാക്യം തുടങ്ങിയ വചനങ്ങൾ വ്യക്തമാക്കുന്നു. 2 ശമൂവേൽ 7-ാം അധ്യായം 12-13 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് വരുന്ന രാജാവിനെ കുറിച്ച് ദൈവം വാഗ്ദത്തം നൽകിയിരുന്നു. പക്ഷേ യഹൂദർ മിശിഹായെ അഭിഷക്തനായ ഒരു രാജാവായിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും ദാവീദിന്റെ വംശത്തിൽ ജനിക്കാനിരിക്കുന്ന കേവലം ഒരു മനുഷ്യനായിരിക്കും എന്ന് മാത്രം കരുതിയിരുന്നു. ദാവീദിന്റെ പുത്രനായി ദൈവം തന്നെ ജഡത്തിൽ അവതരിക്കുമെന്ന സത്യം അവർ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ യേശു അവരെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കാനായി, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്നവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്ന് 43-44 വാക്യങ്ങളിൽ നാം കാണുന്നു. ഈ ചോദ്യത്തിൽ കർത്താവ് ഉദ്ധരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 110-ാം അധ്യായം 1-ാം വാക്യമാണ്. സങ്കീർത്തനം 110-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് എഴുതിയിരിക്കുന്നതായി കാണാം. ദാവീദ് ദൈവാത്മാവിനാൽ അഭിഷക്തനായി ദൈവപുത്രനെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുമ്പോൾ അവൻ ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, ദാവീദിന്റെ കർത്താവുമാണെന്ന സത്യമാണ് യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൂടെ യേശു കർത്താവ് ക്രിസ്തു കേവലം മനുഷ്യപുത്രൻ മാത്രമല്ല ദൈവപുത്രനുമാണെന്നും അതിനാൽ താൻ ക്രിസ്തു ആകയാൽ തന്റെ ദൈവത്വം പരസ്യമായി പരീശന്മാർക്ക് വെളിപ്പെടുത്തുകയുമാണ് എന്ന് മനസ്സിലാക്കാം. ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുയേശു ദൈവപുത്രൻ മാത്രമല്ല സകല തലമുറകളുടെയും കർത്താവായ രാജാവുമാണ് എന്നതാണ്. ഇത് കേട്ട പരീശന്മാർക്ക് മറുത്ത് ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്നും അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല എന്ന് 46-ാം വാക്യത്തിൽ നാം കാണുന്നു. പരീശന്മാരും സദൂക്യരും ഹെരോദ്യരും ഒരുപോലെ യേശു കർത്താവ് അവരുടെ ചോദ്യങ്ങളെ എങ്ങനെ മറികടന്നുവെന്നും ഓരോ തവണയും പരസ്യമായി അപമാനിക്കപ്പെടുന്നുവെന്നും യേശു അവരുടെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അവരുടെ സകല പരിശോധനകളിലും വിജയിച്ചു എന്നും കണ്ടതുകൊണ്ട് അന്നു മുതൽ ആരും അവനോട് മറ്റൊരു ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.